വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി മോക്ക് ടെസ്റ്റ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൂടുതൽ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു പഠിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇയർ വാസ് ദ ഡെസിമൽ സിസ്റ്റം ഓഫ് കോയിനേജ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ? ഏതു വർഷമാണ് ഡെസിമൽ സിസ്റ്റം ഓഫ് കോയിനേജ് സിസ്റ്റം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓപ്ഷൻസ് നോക്കാം. 1948, 1950, 1955, 1957. ഏതു വർഷമാണ് ഡെസിമൽ സിസ്റ്റം ഓഫ് കോയിനേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യയിൽ? April 1, 1957 കേട്ടോ ഡെസിമൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഉത്തരം. April 1, 1957. April 1, 1957 ഡെസിമൽ സിസ്റ്റം ഓഫ് കോയിനേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NSFDC. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് NSFDC എവിടെയാണെന്നാണ്? NSFDC എവിടെയാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ NSFDC എന്താണെന്ന് നോക്കാം. ദ നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് NSFDC. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് February 8, 1989 ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. It was set up as a non-profit company under the Companies Act with the primary objective of providing financial assistance and support. ആർക്കാണ്? എക്കണോമിക് എംപവർമെൻറ്റ് SC/ST കേട്ടോ. ബിലോ ഡബിൾ ദ പോവർട്ടി ലൈനിലുള്ളവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാനാണ് തുടങ്ങിയത്. നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ന്യൂഡൽഹിയാണ് ആസ്ഥാനം വരുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. NSFDC ഓപ്പറേറ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് സെക്ഷനിലാണ്. ഓഫേഴ്സ് വാരിയസ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. കൺസെഷൻ ലോൺസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്, എൻ്റർപ്രണർഷിപ്പ് സപ്പോർട്ട്, അതെല്ലാം അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനാണ് അല്ലേ. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ ഇന്ത്യനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫെസിലിറ്റീസ്. അതാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. NSFDC ന്യൂഡൽഹിയാണ്. February 8, 1989 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. RBI regulates which of the parameters by undertaking open market operation transactions? Option A, inflation. Option B, borrowing power of the commercial banks. C, money supply in the economy. D, both A and C. RBI റെഗുലേറ്റ് ചെയ്യുന്നു ഏത് പാരാമീറ്റർ? ബൈ അണ്ടർടേക്കിംഗ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷണൽ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുമ്പം ഏത് പാരാമീറ്ററാണ് യൂസ് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഏതായിരിക്കും യൂസ് ചെയ്യുക? ഇൻഫ്ലേഷൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ മണി സപ്ലൈ ഇൻ ദ എക്കണോമി കേട്ടോ. ബോത്ത് A ആൻഡ് C ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഇൻഫ്ലേഷൻ ആൻഡ് മണി സപ്ലൈ ഇൻ ദ എക്കണോമി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന RBI ഇൻ ഓർഡർ ടു കൺട്രോൾ ദ എമൗണ്ട് ഓഫ് മണി സർക്കുലേഷൻ കൺട്രോൾ ചെയ്യാനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് ദ പ്രൈസസ് ഓഫ് കീ ഗുഡ്സ് ആൻഡ് ഇൻഫ്ലേഷൻ. ഇത് ഇൻഫ്ലേഷനെയും ബാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ആർ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കറൻസി പ്രിൻറ്റിംഗ്, ക്രെഡിറ്റ് കൺട്രോളർ, കോയിൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫോറിൻ കറൻസി കസ്റ്റോഡിയൻ. കറൻസി പ്രിൻറ്റിംഗ് അവരുടെ ഫംഗ്ഷനാണ്. ക്രെഡിറ്റ് കൺട്രോളറാണ്. കോയിൻ ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഫോറിൻ കറൻസി കസ്റ്റോഡിയൻ ആണ്. സോ കോയിൻ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. കോയിൻ ഡിസ്ട്രിബ്യൂഷൻ മിൻറ്റുകൾ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നതും ആരുടെ കീഴിലാണുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കേട്ടോ കോയിൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ദ RBI's ഫംഗ്ഷൻ ഈസ് കൺഫൈൻഡ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോയിൻസ് പ്രൊവൈഡഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ്. ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഡിസൈൻ ചെയ്യുന്നതും. മിൻറ്റുകൾ കോയിൻ മിൻറ്റുകൾ, അതായത് നാണയം അടിക്കുന്ന മിൻറ്റുകളൊക്കെ ആരുടെയാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇൻചാർജ് ആയിട്ടുള്ളത് കേട്ടോ. ഹു ഈസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ULCCS? വാട്ട് യു മീൻ ബൈ അറിയാം അല്ലേ. ULCCS എന്ന് വെച്ചാൽ എന്താണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് പ്രസിഡൻ്റ് ആരാണെന്നാണ് ചോദ്യം. പാലേരി കണാരൻ മാസ്റ്റർ, PR കുറുപ്പ്, AKG, നൺ ഓഫ് ദിസ്. ആരാണ് ആദ്യത്തെ പ്രസിഡൻറ്റ്? ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞത്
പാലേരി കണാരൻ മാസ്റ്ററാണ് കേട്ടോ. ഓക്കെ, ആരാണ് ആദ്യത്തെ പ്രസിഡന്റ്? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ULCCS, ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഉള്ളത് പാലേരി കണാരൻ മാസ്റ്ററാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ULCCS ആയി ബന്ധപ്പെട്ടിട്ട് ധാരാളം ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇനി ഡാഷ് ഈസ് ദ വേൾഡ്സ് സെക്കൻഡ് ബെസ്റ്റ് ICS ലിസ്റ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് യൂട്ടിലിറ്റീസ് കോപ്പറേറ്റീവ്സ് റാങ്ക്ഡ് ബൈ ദ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ ആരുടെയാണ്? ICAയുടെയാണ് അല്ലേ. വി ആർ എ പെർമനൻറ്റ് മെമ്പർ ഓഫ് ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സിൻസ് 2019 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2019 മുതൽ അവർ പെർമനൻറ്റ് മെമ്പറാണ് അല്ലേ. എവിടെ? ICAയിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് കിട്ടിയില്ലേ ICAയിൽ. അപ്പോൾ ആ ഇയർ ഓർത്ത് വയ്ക്കുക 2019. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡിലെ സെക്കൻഡ് ബെസ്റ്റ് ICAയുടെ ലിസ്റ്റിൽ വന്ന ഇൻഡസ്ട്രി ആൻഡ് യൂട്ടിലിറ്റീസ് കോപ്പറേറ്റീവ്സിൽ വന്നിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള വേൾഡിലെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? ULCCS എന്ന് പറയണത് കേട്ടോ. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ULCCS ആണ്. അതിൻ്റെ റാങ്ക് ചെയ്തത് ഏതിലാണ്? വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ, ICAയുടെ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിലാണ് ഇങ്ങനെ ഒരു റാങ്കിങ് വന്നിട്ടുള്ളത്. ആ റാങ്കിങ്ങിൽ എത്തിയത് നമ്മുടെ ULCS ആണ്. സോ അവരെ സ്ഥിരാങ്കമായത് 2019. സോ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ ULCCന് തന്നെ NLCFൽ മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ് NLCF എന്ന് വെച്ച് കഴിഞ്ഞാൽ? NLCFൽ മെമ്പർഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ അതെന്താ നോക്കാം. നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത്? NLCF എന്ന് പറഞ്ഞത്. ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്ന നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ആർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്? നമ്മുടെ ULCCSന് മെമ്പർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ ഈ NLCF എന്താണെന്ന് വെച്ചാൽ അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഇന്ത്യൻ ലേബർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ, അതായത് ലേബർ കോപ്പറേറ്റീവിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷനാണ് NLCF എന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1981 അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. അന്ന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ULCCSന് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. NLCFൻ്റെ മെമ്പർഷിപ്പ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഊരാളുങ്ക ലേബർ കോൺട്രാക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അത് ഏതു വർഷമാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതു വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ ആൻസർ വരുന്നത് 2005 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ: ULCCന് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട് NLCFൻ്റെ 2005, ICAയുടെ കിട്ടിയിട്ടുള്ളത് 2019. പിന്നെ കൂടാതെ എന്താണ് വേൾഡിലെ തന്നെ സെക്കൻഡ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കോപ്പറേറ്റീവ് മോണിറ്ററിൽ, വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിലാണ് റാങ്ക് ചെയ്തിട്ടുള്ളത് അവരെന്നെ ULCCSന്. പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഫെഡറേഷനെ നോക്കുകയാണെങ്കിൽ അവരൊരു അപ്പെക്സ്, NLCF ഒരു അപ്പെക്സ് ഓർഗനൈസേഷനാണ് ഇന്ത്യൻ ലേബർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1981 ന്യൂഡൽഹിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ എന്നത് ആരുടെ മോട്ടോ ആണെന്നാണ്. ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ. നബാർഡാണോ, NCUA ആണോ, ICA ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? NCUAയുടെ മോട്ടോ ആണ് കേട്ടോ അത്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. ടു മേക്ക് ദ വോയിസ് ഓഫ് കോപ്പറേഷൻ ആസ് സ്ട്രോങ് ആസ് എവർ എന്നത് NCUAയുടെ മോട്ടോ ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ലേബർ കോൺട്രാക്റ്റ് ULCCS ബന്ധപ്പെട്ടതാണ്. അതിലത്തെ കുറച്ച് വെറൈറ്റി പോയിന്റുകൾ കണ്ടപ്പോൾ നമ്മൾ ചോദ്യമാക്കി എടുത്തോന്നേ ഉള്ളൂ. UL സൈബർ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? UL സൈബർ പാർക്ക് കേട്ടോ. UL സൈബർ പാർക്ക് സിറ്റുവേറ്റഡ് അറ്റ് എവിടെയാണെന്നാണ്. അപ്പോൾ അവർക്ക് സൈബർ പാർക്ക് ഉണ്ട്. അത് കൊച്ചിയിലാണോ, ട്രിവാൻഡ്രത്താണോ, കോഴിക്കോടാണോ? അത് നമുക്കറിയാം. അവർ ആസ്ഥാനമായത് തന്നെ കോഴിക്കോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UL സൈബർ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതും എവിടെയാണ്? കോഴിക്കോട് തന്നെയാണ് UL സൈബർ പാർക്ക് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രണബ് മുഖർജിയുടെ കാലത്ത് 2016 അവരത് ഓപ്പൺ ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്തത് കേട്ടോ. 2009 പണി 2009-10 സമയത്ത് പണി സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2016 ആ ഒരു റേഞ്ചിലാണ് പ്രണബ് മുഖർജി ആ സമയത്താണ് ഇനാഗ്രേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. കോഴിക്കോടാണ് UL സൈബർ പാർക്ക് ഉള്ളത്. ULCCSൻ്റെ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ഇമ്പോർട്ടൻ്റ് ആണ്, രമേശൻ പാലേരിയാണ് കേട്ടോ. രമേശൻ പാലേരിയാണ് ഇപ്പോഴത്തെ ULCCSൻ്റെ പ്രസൻറ്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 1995 തൊട്ട് അദ്ദേഹം തന്നെയാണ്. ULCCSൻ്റെ ചെയർമാൻ ആരാണ്? രമേശൻ പാലേരിയാണ്.
അദ്ദേഹമാണ് ആ സമയത്ത് മെമ്പർഷിപ്പ് ICAയുടെ പ്രസിഡൻറ്റ് ICAയുടെ പ്രസിഡൻറ്റിൽ നിന്ന് മെമ്പർഷിപ്പ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇവൻറ്റിലൊക്കെ ഉള്ളത് ആരാണ്? ചെയർമാൻ രമേശൻ പാലേരിയാണ്. സോ പ്രസൻറ്റ് ചെയർമാനും അദ്ദേഹം തന്നെയാണ്. NCUA ആണ് ഓർഗനൈസ് ചെയ്തത് ന്യൂഡൽഹിയിൽ. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് അവർക്ക് മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. 18 ഫെബ്രുവരി ഏതാ വർഷം നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. 18 ഫെബ്രുവരി 2016 ആണോ 2019 ആണോ 2009 ആണോ ഏത് വർഷമാണ്? 2019 അത് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ വർഷം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ, ഡേറ്റ് ചോദിച്ചിട്ടില്ല നമ്മുടെ PYQയിൽ. പക്ഷേ ഡേറ്റും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക, ചിലപ്പോൾ ചോദിച്ചാലോ. 18 ഫെബ്രുവരി 2019 അവർക്ക് മെമ്പർഷിപ്പ് ലഭിക്കുന്നത് കേട്ടോ. 18 ഫെബ്രുവരി 2019 മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത നല്ലൊരു സെഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക. കോപ്പറേറ്റീവ് ലോ ക്രാഷ് കോഴ്സാണ് നമ്മൾ നടത്തുന്നത്. ക്രാഷ് കോഴ്സ് എന്ന് വെച്ചാൽ ഫുൾ കണ്ടൻറ്റ് പ്ലസ് PDF നോട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി കോപ്പറേറ്റീവ് ലോ ആണ് നടത്തുന്നത്. പിന്നെ കൂടാതെ നമ്മൾ 50 മോഡൽ എക്സാം ഓൺലൈൻ മോഡൽ എക്സാമും കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്